ഹേ ഹലോ, എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ 2 ക്യൂട്ട് പപ്പീസിനെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പ് ക്ലീനറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആമസോണിൽ പൈപ്പ് ക്ലീനർ ഫോർ ക്രാഫ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ വൈറ്റ് കളറിലുള്ള 2 പൈപ്പ് ക്ലീനറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ട് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് 3 പ്രാവശ്യമായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് ചുറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ബോട്ടം പാർട്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ 3 റിങ്സ് കിട്ടും. അതേപോലെ ഒരു ചെറിയൊരു പാർട്ടും കൂടെ ഉണ്ടാവും കേട്ടോ അതിൽ. അതും നമുക്കത് അങ്ങനെ തന്നെ വെക്കാനുള്ളതാണ്, അത് ഒഴിവാക്കാനുള്ളതല്ല. എന്നിട്ട് നമ്മുടെ ആ ലോങ് പാർട്ട് എടുത്തിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത 3 റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു സർക്കിൾ ബാലൻസ് വെച്ചിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ഡോഗിൻ്റെ ഇയറിൻ്റെ പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഇയറായി. അപ്പോൾ രണ്ടാമത്തെ ഇയറിന് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ കണ്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ അത് ഒന്നും കൂടെ ഒന്ന് മുകളിൽ കൂടെ എടുത്തിട്ട് സൈഡിലൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈപ്പ് ക്ലീനറിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ അതേപോലെ ഒന്നും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചുറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പോർഷൻ, അതായത് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ ആ റിങ്സിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അടിയിലൂടെ എടുത്തിട്ട് മുകളിലേക്ക് ഒരു ഒറ്റ പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ആ 3 റിങ്സ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ചെയ്ത്, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള റിങ്സിൻ്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പിന് നമ്മൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യമായിട്ടൊന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് ഞാൻ ചുറ്റിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തതും കൂടെ ഞാൻ ഇതിലൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ടൈംസ് ടോട്ടലി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോഗിൻ്റെ ഹെഡ് ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെഡിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പം പിടിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ പാർട്ട് ഇവിടെ റെഡി. എന്നിട്ട് ആ ബാക്കിയുള്ള 2 പീസും കൂടെ ഞാനൊന്നും കൂടെ ട്വിസ്റ്റ് ചെയ്തൊന്ന് ലോക്കാക്കി വെക്കുന്നുണ്ട്, അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇതാ നമ്മുടെ ആ സെക്കൻഡ് പാർട്ടിലുള്ള, അതായത് നമ്മുടെ സെക്കൻഡ് റിങ് എടുത്തിട്ട് തേർഡിലേക്കൊന്ന് ഞാനിങ്ങനെ ഒരു ടീസർ യൂസ് ചെയ്തിട്ടൊന്ന് ആക്കി കൊടുക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിൻ്റെ ആ മൗത്തിൻ്റെ പാർട്ട്, അതായത് ആ നോസൊക്കെ വരുന്ന ഒരു പാർട്ട് പോലെ ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം നേരത്തെ ഉള്ളതിനേക്കാളും എന്താ പറയുക ഡോഗിൻ്റെ ഒരു ഫേസിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ശേഷം അപ്പോൾ ഞാനിത് അതിൻ്റെ കൈകളും അതേപോലെ കാലുകളും ഒന്നിങ്ങനെ ഒരു വളരെ സിമ്പിളായിട്ട് ഒന്നിങ്ങനെ ചുറ്റി ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട്. അത് വളരെ സിമ്പിളാട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അതായത് നമ്മൾ ഒരേ ലെങ്ത്തിൽ ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കൈയും കാലും അതേപോലെ വാലിൻ്റെ പാർട്ടും കൂടെ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യം വന്നിരുന്ന ഒരു എക്സ്ട്രാ പീസ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുറ്റിയാണ് ഈ കൈകളും കാലുകളും വാലും ഒക്കെ വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വരുന്ന പീസ് നമ്മൾ ആ വയറിൻ്റെ ഭാഗത്തൊന്ന് ചുറ്റി അത് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡോഗിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ണുകളും അതേപോലെ മൂക്കും കൂടെ ഒന്ന് ഞാനൊരു ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബ്ലാക്ക് ബീഡ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഫിംഗറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയുള്ള ഐറ്റമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വീഡിയോയിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റ്സൊക്കെ ഇഷ്ടമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരുപാട് ഡോഗ്സിനാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ